ഇന്ന് നമുക്ക് കല്യാണ വീടുകളിൽ മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ദശകട്ടിയുള്ള മീനാണ് എടുത്തിരിക്കുന്നത്. 3/4 കിലോ മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് മീൻ കറിയിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1/4 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്ത് മൂപ്പിക്കാം. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് മൂത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 4 വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് മൂപ്പിക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വേപ്പില ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. സവോള വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികളൊന്ന് വെള്ളത്തിൽ കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. സവോള വഴന്നു വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായി വഴന്നു വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഈ മീൻകറി തയ്യാറാക്കാനായിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, വേപ്പില അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി വാടിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റാം. പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. കുടംപുളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെള്ളത്തിൽ കുതിർത്തിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മൂടി വെച്ച് നമുക്ക് തീ കൂട്ടി വെച്ച് നന്നായിട്ട് തിളപ്പിക്കാം. ഞാനിവിടെ ദശകട്ടിയുള്ള മീനാണ് ചേർക്കുന്നത്. 3/4 കിലോ മീനിൻ്റെ അടുത്തുണ്ടാകും. ഈ മീൻ നമുക്ക് ഈ ചാറിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി തിളപ്പിക്കാം. ചട്ടി നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. സ്പൂണിട്ട് ഇളക്കിയാൽ മീൻ ഉടഞ്ഞു പോകും. നന്നായിട്ട് ചട്ടി ഇളക്കിയതിന് ശേഷം നമുക്ക് തീ കൂട്ടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. കറി നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ചട്ടിയുടെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കിടെ ചട്ടി ചുറ്റിച്ച് കൊടുക്കണം. പുളിയും എരിവും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കറി ശരിക്ക് കുറുകി വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഈ കറി രാവിലെ വെച്ചിട്ട്
വൈകിട്ട് കഴിക്കാനായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇത് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ്. ഇത് ഇരിക്കുന്തോറും കുറുതായി വരും. അപ്പോൾ സ്വാദിഷ്ടമായ മീൻകറി റെഡിയായി കഴിഞ്ഞു. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.